शिष्यत्व आवश्यकപ്പെടുന്നു चेले बनाना क्या बनना इसमें क्या लागू है? ഇതൊരു ഐച്ഛികമായ കൽപ്പനയല്ല, ഓപ്ഷണൽ അല്ല. ये कोई ऐसी एक आज्ञा नहीं जिसको ये इच्छा है तो मान लो ऐसे. ഈ കൽപ്പന ഇത്ര പ്രധാനപ്പെട്ടതാണെങ്കിൽ यदि ये आज्ञा इतना महत्वपूर्ण है അത് എല്ലാവരും അനുസരിക്കാൻ നാം കടപ്പെട്ടവരാണ്. तो फिर सबको ये मानना जरूरी है. നാം വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെങ്കിൽ കഴിച്ചതാണെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. यदि आपसे पूछा जाए या किसी से पूछा जाए कि आपने विवाह किया है तो अगर किया है तो हाँ बोलेंगे, वरना नहीं है तो ना भी बोलेंगे. വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാരും പറയാറില്ല. ऐसा कोई नहीं कहेगा मैं अभी ब्याह कर रहा हूँ. നാം കർത്താവിന്റെ ശിഷ്യനാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെങ്കിൽ നാം ശിഷ്യനാണ്, അല്ലെങ്കിൽ അല്ല. तो यदि हमसे पूछा जाए चेले हैं तो हम कहेंगे हाँ चेले हैं या फिर नहीं है. വേണമെങ്കിൽ ശിഷ്യനാകാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു പ്രമാണവുമില്ല. यदि चाहे तो चेले बने या फिर नहीं बने तो भी ठीक है, ऐसा कोई प्रमाण नहीं है. ചിലർ പറയും ഞാൻ കർത്താവിന്റെ ശിഷ്യനൊന്നുമല്ല, ഒരു ക്രിസ്ത്യാനിയായിട്ട് എന്നെ തുടരുകയാണ് എന്ന് പറയാറുണ്ട്. कुछ लोग कहते हैं कि मैं कोई मसीह का चेला तो नहीं, केवल एक मसीही हूँ. ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്ന ആ നിമിഷം യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് പ്രവേശിക്കുകയാണ്. जब एक व्यक्ति उद्धार पाता है या नया जन्म लेता है तो उस शिष्यत्व के या चेले होने के मार्ग में चलना शुरू करता है. എപ്പോഴാണ് ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകുന്നത് എന്ന് ചോദിച്ചാൽ एक व्यक्ति कभी मसीह का चेला बनता है यदि ये पूछा जाए तो അതിന്റെ മനോഹരമായ വഴി പാതയാണ് ഇവിടെ രേഖപ്പെടുത്തി വരുന്നത്. उसका मार्ग यहाँ चित्रित किया गया है. അവിടെ നാം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. जो वचन को हमने पढ़ा उसको हम देखेंगे. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. 19 कलम से इसलिए तुम जाओ सब जातियों के लोगों को चेले बनाओ और उन्हें पिता और पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो और उन्हें सब बातें जो मैंने तुम्हें आज्ञा दी है मानना सिखाओ और देखो मैं जगत के अंदर सदा तुम्हारे संग हूँ. ക്രൈസ്തവ ആചാരപ്രകാരം ജീവിച്ച ക്രിസ്ത്യാനിയാകില്ല. यदि मसीही रीति रिवाजों के अनुसार जिएंगे तो हम मसीह नहीं बनते हैं, चेले नहीं बनते हैं. ലോകപ്രകാരം ക്രിസ്ത്യാനി എന്ന പേരുണ്ടായിരിക്കാം, शायद संसार के तौर पर हम मसीही ऐसा कहलाएंगे. സഭകൾ പഠിപ്പിക്കുന്ന ചില ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. शायद कलीसियां या जो सभाएं हैं वो जो बातें सिखाते हैं उसके अनुसार कोई रीति रिवाज करते होंगे. അതൊന്നും വിടാതെ ക്രമമായി അനുസരിക്കുന്നുണ്ടായിരിക്കാം. और कोई भी टाले बिना आप सब कुछ मानते होंगे. പക്ഷേ ക്രിസ്തുവിന്റെ അനുയായികളല്ല. लेकिन मसीह के चेले नहीं है. അതാണ് ഈ ക്ലാസ്സിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. इस क्लास में हम उसके बारे में विचार करेंगे. ഒരു വാചകം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. मैं एक शब्द ऐसे कहना चाहता हूँ, ശിഷ്യത്വമില്ലാതെ ക്രിസ്ത്യാനിയില്ല. यदि चेला नहीं बना कोई तो वो मसीह नहीं हो सकता. ദൈവവചനത്തിൽ നാം പരിശോധിക്കുമ്പോൾ प्रभु के वचन को परख कर देखने से രക്ഷിക്കപ്പെട്ടവരെല്ലാവരും കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്നു. जितने लोग उद्धार पाए वो सब मसीह के चेले बने हैं. നാം ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് 12 ശിഷ്യന്മാരുടെ കാര്യമാണ്. जब चेले ऐसे शब्द हम सुनते हैं तो तुरंत हमें मसीह के 12 चेले याद आते हैं. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചാൽ लेकिन प्रभु के वचन के आधार पर सोचने में ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായത്. चेलों को ये नाम मिला मसीह. പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, प्रेरितों के काम 11वें अध्याय उसके 26-ാം വാക്യം, 26वें कलम में അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. वहाँ यूँ पढ़ता है, അവിടെ അവസാന വാചകം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. प्रेरितों 11:26 वहाँ चेले सबसे पहले अंत्योक्या में ही मैं मसीह कहलाए. ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായത്. चेलों को यह नाम मिला मसीह. ആദ്യം ശിഷ്യൻ, പിന്നെയാണ് ക്രിസ്ത്യാനി. पहले चेले बाद में मसीह. പ്രിയപ്പെട്ടവരെ,
ഇത് ലോകത്തിന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രമാണം അല്ല. यारो ये बात संसार से कहेंगे तो उनको समझ में नहीं आएगा. നാം അല്പം കൂടെ ആഴത്തിലേക്ക് ദൈവവചനത്തിലേക്ക് ഇറങ്ങുകയാണ്. हम प्रभु के वचन में थोड़ी और गहराई से देखने वाले हैं. നാം രക്ഷിക്കപ്പെടുമ്പോൾ നാം നമ്മുടെ കർത്താവിനെ കർത്താവായി സ്വീകരിക്കുകയാണ്. जब हम उद्धार पाते हैं मसीह को या हमारे उद्धारकर्ता प्रभु को प्रभु करके अंगीकार करते हैं. രക്ഷിക്കപ്പെട്ട ആ നിമിഷം ഇതിന്റെ എല്ലാ അർത്ഥങ്ങളും മനസ്സിലായിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവുമില്ല. ऐसा कोई जरूरी नहीं कि आपको उद्धार पाने के समय ये सब बातों का जो अर्थ है पूरी तरह से समझ में आ जाए. നാം വായിക്കുന്നുണ്ടല്ലോ, യേശുക്രിസ്തുവിനെ കർത്താവായി വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. जो प्रभु यीशु मसीह को प्रभु करके जो कोई पुकारता है वो उद्धार पाएगा लिखा है. മാത്രമല്ല റോമാലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുക. रोमियो की पत्री 10वें अध्याय में लिखा है कि यीशु को प्रभु जानकर उसको मुंह से अंगीकार करना होगा. അപ്പോൾ കർത്താവെന്ന് പറഞ്ഞാൽ ആരാണ്? यदि प्रभु ऐसा कहा जाए तो कौन है? നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം യേശുക്രിസ്തുവിനെ നാം ഏൽപ്പിക്കുകയാണ്. हमारे जीवन के प्रभुत्व को मसीह के हाथ में सौंप देते हैं. എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ യേശുക്രിസ്തുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. मेरे जीवन को संचालित करने के लिए मैं प्रभु यीशु मसीह के हाथ में अपने आप को दे देता हूँ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശുക്രിസ്തു വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് ചരിത്രമാണ്, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ये बात तो इतिहास है, मैंने पहले बताया. यीशु मसीह संसार में जन्म लिए, जीवन बिताए और मर के वो जी उठे. ये तो ऐतिहासिक सत्य है. എന്നാൽ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുകയും लेकिन मेरे पापों के उसके निवारण के लिए मैं जब विश्वास करता हूँ, എന്റെ കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. और उसे मैं अपना प्रभु मानता हूँ, तब मैं उद्धार पाता हूँ. അർത്ഥാൽ സമ്പൂർണ്ണ സമർപ്പണമാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ നാം ഏറ്റെടുത്തത്. उसका मतलब हमने पूरी तरह से अपने आप को समर्पित किया जब हम उद्धार पाए हैं. കർത്താവ് എന്ന് പറഞ്ഞാൽ, കർത്താവെ അങ്ങ് എന്ത് കൽപ്പിച്ചാലും ഞാൻ അനുസരിച്ചോളാം. അതാണ് നാം ഏറ്റെടുത്ത വലിയ ദൗത്യം എന്ന് പറയുന്നത്. हमने जो जिम्मेदारी उठाई है ये है कि प्रभु तू कुछ भी कहेगा मैं करने को तैयार हूँ. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് पति जो शब्द है उसका मतलब क्या होता है? ശരിക്കും അതിന്റെ അർത്ഥം ഭരിക്കുന്നയാൾ എന്നാണല്ലോ അതിന്റെ അർത്ഥം. उसका अर्थ ये है जो नियंत्रण करता है या जो संचालन करता है. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തെ ഭരിക്കുവാൻ ഞാൻ ഒരു പുരുഷനെ ഏൽപ്പിച്ചു, അതാണ് എന്റെ ഭർത്താവ്. स्त्री कहती है कि मेरे जीवन को चलाने के लिए एक पुरुष को मैंने प्राप्त किया है, वो मेरा चलाने वाला है. ഇന്നത്തെ കാലത്ത് എല്ലാവരും സമ്മതിക്കണമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. मैं ये उम्मीद नहीं करता हूँ कि आजकल के दिनों में सब लोग इस बात को अंगीकार करेंगे. പക്ഷെ വാക്കിന്റെ അർത്ഥം അതാണ്. लेकिन वो जो शब्द है उसका अर्थ ऐसा है. അതുപോലെ തന്നെ കർത്താവായി നാം യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ എന്റെ ജീവിതത്തെ ഭരിക്കുവാൻ, കർത്തൃത്വം നടത്തുവാൻ ഞാൻ യേശുക്രിസ്തുവിനെ സമർപ്പിക്കുകയാണ്. जब मैं उद्धार पाता हूँ तो यीशु मसीह को मेरे जीवन को चलाने के लिए अपने आप को दे देता हूँ. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കുക, അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. चेले होना मतलब मेरे जीवन को प्रभु के हाथ में उसके चलाए चलने के लिए सौंप देना है. അപ്പോൾ പുറപ്പെട്ട് നിങ്ങൾ പറയേണ്ടത് ഈ സുവിശേഷമാണ്. तो जाकर तुम्हें ये सुसमाचार सुनाना है. പിന്നെ തൊട്ടടുത്ത വാചകത്തിൽ രക്ഷിക്കപ്പെടുക മാത്രമല്ല അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. और उसके आगे हम पढ़ते हैं केवल उद्धार नहीं पाना है, अब बपतिस्मा भी लेना है. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നു വരുന്ന ഒരു വ്യക്തിയെയാണ് ശിഷ്യത്വപ്പെടുത്തേണ്ടത്. इसका मतलब जो उद्धार पाता है और बपतिस्मा भी प्राप्त करता है उसको ही चेला करके मान लेना चाहिए. അर्थാത് സ്നാനപ്പെടുത്തി വിടുകയല്ല ചെയ്യുന്നത്. बपतिस्मा देकर छोड़ देते ऐसा भी नहीं है. ഇവിടെ നാം വായിച്ച വാക്യത്തിൽ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട് ശിഷ്യത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. उन्हें सब बातें जो मैंने तुम्हें आज्ञा दी है मानना सिखाओ, इस तरह से चेले बनाना है. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ശിഷ്യനാകാനുള്ള ഒരുക്കം വേണം. तो जो उद्धार पाने के जो आता है उसको चेला बनने की भी इच्छा होनी चाहिए. ഈ വഴി അല്പം പ്രയാസമുള്ള വഴിയാണ്. ये जो रास्ता है थोड़ा कठिन है. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്നുള്ളത് നാം നമ്മെ ആരെ വീണ്ടും ജനിപ്പിക്കുന്നുവോ ആ ആളുടെ കീഴിൽ ശിഷ്യത്വപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. चेला होना मतलब जो हमें नए तौर से जन्म देता है उसके नीचे चेले के या उसका चेला बनकर जीना है. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാനല്ലോ നിങ്ങളെ ആത്മീയമായി വീണ്ടും ജനിപ്പിച്ചത്. प्रेरित पौलुस कहता है क्या मैंने ही तुम्हें आत्मिक रूप से जन्म नहीं दिया है?
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മീയമായി രക്ഷയിലേക്ക് നയിച്ച അപ്പോസ്തലനായ പൗലോസിനെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. वहाँ प्रेरित पौलुस अपने आप को परिचित करता है जो दूसरों को मसीह के रास्ते पर लाया है. അവരെ ദൈവവചനം പഠിപ്പിച്ച് ശിഷ്യത്വപ്പെടുത്തുന്ന വഴിയാണ് നമുക്ക് വചനത്തിലുടനീളം കാണാൻ കഴിയുന്നത്. और पूरे वचन में हम पढ़ते हैं कैसे प्रभु के वचन को सिखाकर उनको ये चेले बनाया जाता है. അവരെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനിയുള്ള നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യുന്നത്. उद्धार पाया, बपतिस्मा लिया, अभी अपने हिसाब से जी लो, ऐसा नहीं है. ഇനി സ്നാനപ്പെട്ടപ്പോൾ നാം എന്താണ് പറഞ്ഞത്? जब बपतिस्मा लिया तो हमने क्या कहा? നമുക്കതിന്റെ ഉപദേശങ്ങളെല്ലാം നന്നായി അറിയാവുന്നവരാണ്. हम सब इसके उपदेश को जानते हैं भली भांति. റോമലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിന്റെ വിശദീകരണമായ ഉപദേശ സത്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. रोमी की पत्री अध्याय 6 में प्रेरित पौलुस को बहुत स्पष्टीकरण से करता है. സ്നാനം എന്നുള്ളതല്ല എന്റെ വിഷയം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. मैं उसके स्पष्टीकरण में नहीं जाता क्योंकि बपतिस्मा मेरा विषय नहीं है अभी. അവിടെ നാം എന്താണ് പറയുന്നത്? वहाँ क्या कहा गया लेकिन? ഞാൻ മരിച്ചു, मैं मर गया हूँ ഞാൻ അടക്കപ്പെട്ടു. और मैं गाड़ा गया हूँ. ഇനി വെള്ളത്തിൽ നിന്ന് പോകുമ്പോഴോ और जब पानी से निकल कर आता हूँ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ഞാൻ ക്രിസ്തുവിനായി ജീവിക്കുന്നു. അത് ഞാൻ പരസ്യപ്പെടുത്തുകയാണ്. मसीह मुझ में जीता है और मैं मसीह के लिए जीने वाला हूँ, इसको मैं प्रकट करता हूँ. എന്ന് പറഞ്ഞാൽ എന്റെ ഉടമസ്ഥാവകാശം ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. उसका मतलब मैं अपने आप को उसके नीचे दे देता हूँ ताकि वो मेरा मालिक बन जाए. ഞാൻ മരിച്ചാൽ പിന്നെ ഞാനുണ്ടോ? यदि मैं मर जाऊँ तो क्या मैं रहूंगा फिर? നമ്മുടെ മുമ്പിൽ ഒരു ശവശരീരം ഇരിക്കാന്ന് വിചാരിക്കുക. सोचिए हमारे सामने कोई शव है, लोथ है. അതിന്റെ മുമ്പിൽ ആ ശവത്തിന് അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിക്ക് ഇഷ്ടമായിരുന്നത് എന്തെല്ലാം കൊണ്ടുവച്ചാലും അതിനോട് യാതൊരു പ്രതിപത്തിയോ പ്രലോഭനമോ അതിന് തോന്നുകയില്ല. और वो मरे हुए व्यक्ति के सामने उसको जो कुछ भी पसंद है वो सब लाके दे दो, उसको कोई प्रलोभन नहीं लगेगा. കാരണം പാപത്തിന് മരിക്കുവാനിടയായി തീർന്നത് പോലെ മറ്റ് പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം മരിക്കുവാനിടയായി തീർന്നു. उसी तरह से पाप के संबंध में जो मर जाता है उसको सारे प्रलोभन से वो मर चुका है या उससे मुक्त है. അതുകൊണ്ടാണ് റോമലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. इसलिए रोमियों की पत्री अध्याय 6 में यूं पढ़ते हैं, എന്റെ അവയവങ്ങളെ ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. कि मैंने अपने अवयवों को, अंगों को पूरी तरह से सौंप दिया है. ഇനി ഞാൻ പാപം ചെയ്യുന്നത് എങ്ങനെ? अब मैं पाप कैसे कर सकता हूँ? പ്രിയപ്പെട്ടവരെ, ഇത് അസാധ്യമായ ഒരു കാര്യമല്ല. ये कोई असंभव बात नहीं है. ഇത് അസാധ്യമായ ഒരു കാര്യം ഏൽപ്പിക്കുന്ന ഒരു ഗുരുനാഥനല്ല നമുക്കുള്ളത്. और हमारा स्वामी ऐसा नहीं कि कोई असंभव बात हमसे बता दे. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കർത്താവ് ഒരു ഫറവോനല്ല. मैं कहता हूँ कि अक्सर कहता हूँ हमारा प्रभु फिरौन नहीं है. ഇഷ്ടിക ഉണ്ടാക്കണം, വക്യോലും പുല്ലും തരികയില്ല എന്ന് പറയുന്ന ഒരു നിഷ്ഠൂരനായ ഫറവോനല്ല നമ്മുടെ കർത്താവ്. हमारा प्रभु ऐसा क्रूर फिरौन के जैसा नहीं जो कहेगा ईंट भी बनाना है, पुआल भी लेकर आना है और सब बनाना भी है. നാം വായിക്കുന്നുണ്ടല്ലോ, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. हम पढ़ते हैं उसके जो आज्ञा है वो भारी नहीं है. ഒരു വ്യക്തി സമ്പൂർണ്ണമായി യേശുക്രിസ്തുവിനായി സമർപ്പിക്കപ്പെടുവാനിടയായി തീർന്നാൽ പിന്നെ പാപത്തിന്മേൽ ജയിച്ച് ജയാളിയായി ജീവിക്കാൻ അവന് കഴിയും. यदि एक व्यक्ति अपने आप को प्रभु के ओर समर्पित करता है तो पाप के ऊपर विजयी होकर जीत सकता है. അതിനുള്ള എല്ലാ സാധ്യതകളും സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. उसके लिए सारी संभावनाएं जो भी है वो प्रभु ने हमें प्रदान किया है. എന്തെല്ലാം സാധ്യതകളാണെന്ന് നാം പിന്നീട് വിശദീകരണമായി ചിന്തിക്കുന്നതാണ്. हम उसको गहराई से सोचेंगे कि क्या क्या संभावनाएं हैं, क्या 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 वो हमसे किया जा सकता है. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിലെ ദൈവം പാപത്തിന്മേൽ ജയിച്ച് ജയാളികളായി ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. स्वर्ग के परमेश्वर ने हमें पाप के ऊपर विजयवन जीवन जीने के लिए सारी संभावनाएं हमारे प्रदान किया है. നമുക്കറിയാം, റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു. रोमियों की पत्री अध्याय 12 में प्रेरित पौलुस यूं कहते हैं, ഞാൻ എന്റെ ശരീരത്തെ ജീവനും യാഗവുമായി സമർപ്പിക്കുകയാണ്. कि मैं अपने शरीर को जीवित और एक बलिदान के रूप में दे देता हूँ. ദൈവഹിതം കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ആ വഴി. परमेश्वर की इच्छा को समझने के लिए सबसे मुख्य रास्ता है ये. മക്കളെ, നിങ്ങൾക്ക് ദൈവഹിതം കണ്ടെത്താൻ ആഗ്രഹമുണ്ടോ? क्या प्यारों, आपको प्रभु की इच्छा जानने की इच्छा है? എങ്ങനെയും ജീവിച്ചിട്ട് ദൈവഹിതം തിരിച്ചറിയാനായിട്ട് കഴിയില്ല. किसी भी तरह से जीकर परमेश्वर की इच्छा आप नहीं जान पाएंगे. നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുവാനിടയായി തീരണം. यदि हमारे शरीर को जीवित और पवित्र परमेश्वर को भागा बलिदान करके चढ़ाएंगे तो होगा. നാം ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനിടയായി തീരണം. हमारे मन को हर दिन नया बनाना होगा, जीवन में पैसा परिवर्तन लाना होगा. അനുദിന ജീവിതത്തിൽ ഈ ശുദ്ധീകരണം പ്രാപിക്കുന്നവർക്ക് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ.
दैनिक जीवन में ये शुद्धिकरण जिसके अंदर होगा वही केवल परमेश्वर की इच्छा समझ पाएंगे। അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചു. जब हम उद्धार पाए तो हमने अपना जीवन प्रभु को सौंप दिया। സ്നാനപ്പെട്ടപ്പോൾ നമ്മുടെ ഉടമസ്ഥാവകാശം സമ്പൂർണ്ണമായി കർത്താവിനെ ഏൽപ്പിച്ചു. और जब हमने बपतिस्मा लिया तो हमारे ऊपर जो अधिकार था वो सब प्रभु के हाथ में दे दिया हमने। ഞാൻ മരിച്ചു, और मैं मर गया। ഇനി ഞാൻ ജീവിക്കുന്നത് എന്നിലെ ക്രിസ്തു മഹിമപ്പെടണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തോടു കൂടെയാണ്. और मैं अब जो जीवित हूँ तो मसीह मुझ में महिमा पाए ये एक ही इच्छा से मैं जीता हूँ। ജീവിതത്തിന്റെ മുഖ്യ സ്ഥാനം അത് കർത്താവിന് കൊടുത്തിട്ടുണ്ടോ? क्या मेरे जीवन के सबसे मुख्य स्थान मैंने प्रभु को दिया है? അതിൽ കുറഞ്ഞതൊന്നും കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. उससे कुछ भी कम स्थान प्रभु हमसे नहीं चाहता है। അതിൽ കുറഞ്ഞതൊന്നും വേണ്ട. उससे कम प्रभु चाहते ही नहीं। ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. प्रभु को बिल्कुल इच्छा नहीं है उसमें। എന്നാൽ നാം അവന്റെ ഇഷ്ടം അറിയുവാൻ, അവനെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യസ്ഥാനം അവന് കൊടുക്കുന്നുവോ അവിടെയാണ് വിജയം. तो उसकी इच्छा जानने और उसे प्रसन्न करने के लिए हम चाहते हैं तो उसको सबसे प्रधान स्थान देना होगा। ലോകത്തിൽ ധാരാളം ഗുരു ശിഷ്യ ബന്ധങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. संसार में गुरु और शिष्य ऐसे संबंधों को बहुत देखते हैं। ഗുരുവിനെ നോക്കി അനുകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. गुरु को अनुकरण करने वाले बहुत सारे लोग पाए जाते हैं। അതിന് ക്രിസ്തുവിലാകണം എന്നുള്ള ഗുരുവിലാകണം എന്ന് നിർബന്ധമില്ല. लेकिन उनमें ऐसी कोई बात नहीं कि उनके गुरु में हो जाना। നമ്മുടെ കർത്താവിനെ അനുകരിച്ച ധാരാളം ആളുകൾ ഈ ലോകപ്രകാരം ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നതാണ്. इस संसार में हमारे मसीह के पीछे चलने वाले बहुत सारे लोग थे। നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി അതിനെക്കുറിച്ച് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. महात्मा गांधी ने उसके पुस्तक में जो लिखा है मेरे सत्य के बारे में मैंने जो परीक्षण किया അവിടെ അദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ആ ഗിരിപ്രഭാഷണമാണ് എന്നെ അഹിംസ എന്നുള്ള സിദ്ധാന്തത്തിലേക്ക് നയിച്ചത്. अहिंसा जो सिद्धांत है उसको मैंने मसीह के द्वारा सीखा है। അദ്ദേഹത്തിന്റെ കൂട്ടുകൊണ്ട് ചവിട്ടേൽക്കപ്പെടുമ്പോഴും മറുകരണം കാണിച്ചു കൊടുത്ത ആ പ്രകൃതവും കർത്താവിൽ നിന്ന് സ്വീകരിച്ചതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. मसीह के जो पर्वत के ऊपर जो प्रभाषण है उसमें से उसने सीखा और ये सीखा कि अंग्रेजों के जूते जब वो खाता था तो उसके खिलाफ भी अपना गाल दिखा लेना। അതുപോലെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. स्वामी विवेकानंद के बारे में भी आप सब जानते हैं। അദ്ദേഹം യേശു ക്രിസ്തുവിനെ നല്ലൊരു ഗുരുവായിട്ടാണ് കണ്ടത്. उसने मसीह को बहुत अच्छा एक गुरु के रूप में देखा। അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ കണ്ണുനീര് കൊണ്ടല്ല ഹൃദയരക്തം കൊണ്ട് ആ പാദങ്ങൾ കഴുകുമായിരുന്നു. उसने कहा यदि मैं मसीह जब जीवित था तभी मैं जीवित होता तो मेरे आंखों के आंसू से नहीं मेरे हृदय के लहू से उसके पैर को धो लेता। അങ്ങനെ ഒരു നല്ല ഗുരുവായി ലോകത്തിൽ അനേകർ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്. मसीह को बहुत लोगों ने इस तरह से एक अच्छे या श्रेष्ठ गुरु करके देखा है। പക്ഷേ ആ അനുഗമനമല്ല സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. लेकिन इस तरह का एक अनुकरण स्वर्गीय परमेश्वर हमसे नहीं चाहता। ഈ ലോകപ്രകാരം ഗുരു ശിഷ്യ ബന്ധത്തിൽ ഗുരുവിലാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. संसार के अनुसार हमारे गुरु में हो जाना ऐसा कोई जरूरी नहीं है। അങ്ങനെ ആയാൽ എല്ലാ താളവും തെറ്റൂലേ. और यदि ऐसा होगा तो सब बिगड़ जाएगा। ഇന്നുള്ള ലോകത്തിലുള്ള അനേക ഗുരുക്കന്മാരെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. आज संसार के बहुत सारे गुरुओं के बारे में हम जानते हैं। പക്ഷെ അവരിൽ നിന്ന് നമ്മുടെ കർത്താവിനുള്ള വ്യത്യസ്തത എന്താണ്? लेकिन उन सब से हमारे मसीह में क्या फर्क है? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്ക് അറിയാവുന്ന വാക്യമാണ്. दूसरे कोरिन्थियों की पत्री 5वें अध्याय में पढ़ते हैं। അവിടെ നാം വായിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലാകണം, ക്രിസ്തുവിലാകണം. मसीह में हमें होना होगा എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ പരിവർത്തനമാണ് ശിശുത്വത്തിന്റെ വ്യവസ്ഥ. उसका मतलब पूरी तरह से संपूर्ण परिवर्तन हो जाना। അപ്പോൾ നാം ചിന്തിച്ച ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 3 സത്യങ്ങൾ ഇതാണ്. तो हमने जो मुख्य तौर से 3 सिद्धांतों को देखा है। നാം ഒരു ശിഷ്യനായിരിക്കണമെങ്കിൽ यदि हमें चेला बनना है സമ്പൂർണ്ണ സമർപ്പണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കും. प्रभु चाहता है कि हम अपने आप को पूरी तरह से समर्पित कर दें। ജീവിതത്തിന്റെ മുഖ്യ സ്ഥാനം കർത്താവിന് കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. जीवन के सबसे मुख्य स्थान हम प्रभु को दे दें। സമ്പൂർണമായ പരിവർത്തനമാണ് സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. और संपूर्ण रीति से एक परिवर्तन प्रभु चाहते हैं हम में से। പഴയത് പുതുക്കി പണിയല്ല ചെയ്യുന്നത്. पुराने को नए तौर से मतलब उसको रिपेयर करके बनाना ऐसा नहीं। ഒരു വീട് പുതുക്കി പണിയുന്നതും പുതുതായി പണിയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. एक घर की मरम्मत करके उसको बनाना और नए तौर से उसको बनाने में बहुत फर्क है। ഈ പുതുക്കി പണിയുന്ന വീടുകൾ നമ്മൾ സാധാരണ പറയുമല്ലോ, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാനായിട്ട് കഴിയും.
मरम्मत किए हुए घर को हम परख सकते हैं करके मलयालम में कहते हैं, പക്ഷേ പുതിയ വീട് പണിയുക എന്നുള്ളത് തീർത്തും വ്യത്യസ്തമാണ്. लेकिन नया घर बनाना बिल्कुल अलग है. ശിശുത്വത്തിന്റെ വഴി ഇവിടെ വളരെ വ്യക്തമാണ്. ये चेहरे का शिष्यत्व का जो रास्ता है वो बिल्कुल अलग है. ആകയാൽ നിങ്ങൾ പുറപ്പെടണം, പോയി പ്രസംഗിക്കണം. इसलिए निकल कर चल पड़ो और ये संदेश को. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. और जो विश्वास करेंगे उनको बपतिस्मा देना. സ്നാനപ്പെടുന്നവരെ പഠിപ്പിച്ച് ശിഷ്യത്വപ്പെടുത്തണം. और जो बपतिस्मा लेंगे उनको इन बातों को सिखाकर उनको चेले बनाना. അതെല്ലാം വളരെ ക്രമമായിട്ടാണ് ദൈവവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി നൽകിയിരിക്കുന്നത്. बहुत क्रमानुसार प्रभु के आत्मा ने प्रभु के वचन में लिखा है. അതുകൊണ്ട് ഇത് ക്രമം തെറ്റിച്ച് പോകാൻ കഴിയുന്നതല്ല. इसका हम क्रम नहीं तोड़ सकते हैं. ആദ്യം ശിഷ്യത്വപ്പെടാം, पहले चेले बन जाए, എന്നിട്ട് പിന്നെ സ്നാനപ്പെടാം, बाद में बपतिस्मा ले ले, എന്നിട്ട് രക്ഷിക്കപ്പെടാം. फिर उद्धार पाएंगे. അങ്ങനെ ഒരു പ്രമാണമല്ല. ऐसा कोई വളരെ नहीं है. കൃത്യമായ വ്യവസ്ഥകളാണ് ഒരു ശിഷ്യത്വത്തിന്റെ പാതയിൽ ദൈവം വെച്ചിരിക്കുന്നത്. एकदम क्रमानुसार एक रास्ता प्रभु ने इन बातों के बारे में रखा है. അപ്പോൾ ഈ ഓരോ പടികളും കയറുവാൻ ഇടയായി തീരണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. एक एक सीढ़ी चढ़ चढ़कर जाना है, ये प्रभु चाहते हैं हम में से. അതുകൊണ്ട് വേണമെങ്കിൽ ശിഷ്യനാകാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു പ്രമാണം ദൈവവചനത്തിലില്ല. प्रभु के वचन में ऐसा कोई नियम नहीं कि चाहे तो चेले बन जाओ या नहीं तो भी चलेगा. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്, എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. लूका सुसमाचार 14 अध्याय में प्रभु बार-बार कहते हैं, दोहराते हैं कि मेरा चेला नहीं बन सकते हम लोग. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വം എന്ന് പറയുന്ന ഈ വ്യവസ്ഥയിൽ വളരെ വ്യക്തമായ ഒരു പ്രമാണമുണ്ട്. तो यीशु मसीह के चेले बनने में स्पष्ट एक नियम है. ആ പ്രമാണം അനുസരിച്ച് വേണം ഈ ശിഷ്യത്വത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ. इस नियम को पालन करके ही इस रास्ते में चलना संभव है. അപ്പോൾ ഈ ശിഷ്യത്വത്തിന്റെ പ്രാധാന്യം നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു. तो इस चेले होने का, ये शिष्यत्व का जो महत्व है उसको हमने समझा. മാത്രമല്ല ഈ ശിഷ്യത്വം എന്താണ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. ये चेले होने से प्रभु हमसे क्या चाहता है ये भी हमने देखा है. ഇനി നാം ചിന്തിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, और महत्वपूर्ण रीति से एक और बात देखेंगे. ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം എന്താണ്? ये शिष्यत्व या चेले होने का मूल क्या है, उसका नींव क्या है. 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, मत्ती के सुसमाचार 28 अध्याय के 30वें कलम में पढ़ते हैं, എങ്ങനെ ശിഷ്യത്വപ്പെടുത്തണം, कैसे चेले बनाना है. അതും വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി നൽകിയിരിക്കുകയാണ്. पवित्र आत्मा ने बिल्कुल स्पष्ट रूप से बताया है എങ്ങനെയാ ശിഷ്യത്വപ്പെടുത്തുന്നത്. कैसे होता है. യാതൊരു ആശങ്കയും വേണ്ട, कोई शंका मत करें. വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്, इसमें स्पष्ट बताया गया है, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ചുകൊണ്ട് അത് ഉപദേശിക്കത്തക്കവണ്ണം ശിഷ്യത്വപ്പെടുത്തണം. उन्हें सब बातें जो मैंने तुम्हें आज्ञा दी है मानना सिखाओ. ഞാനിങ്ങനെ പറയട്ടെ, ദൈവവചനവും ദൈവവചനത്തോടുള്ള അനുസരണവുമാണ് ഒരു ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. शिष्यत्व का जो मूल या उसका नींव है प्रभु के वचन को, उसकी तरफ इच्छा और उसको मानने में जो मन लगता है. ദൈവവചനത്തോട് എനിക്കുള്ള ആഭിമുഖ്യമാണ് ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം. मैं प्रभु के वचन को कैसे उसके सामने पहुंचता हूँ या अपने आप को रखता हूँ, वो उस नींव में आ जाता है. ഞാൻ ഈ വേദഭാഗത്തെ രണ്ടായിട്ട് തിരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. इस वचन को मैं 3 हिस्सों में बांटना चाहता हूँ. ഒന്ന്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ച് നല്ല ശിഷ്യനാകണം. मैं जो जो बातें तुम्हें बताया हूँ ये मानकर अच्छे चेले बनना. രണ്ടാമത്, അത് ഉപദേശിച്ച് ശിഷ്യരാക്കണം. और इनको सिखाकर ശിഷ്യരാക്കണം. चेले बनाना. ഒന്നാമത് പ്രമാണിച്ച് നല്ല ശിഷ്യനാകണം. पहले इसको मानकर चेले बनना. രണ്ടാമത് ഉപദേശിച്ച് നല്ല ശിഷ്യരാക്കണം. और सिखाकर अच्छे चेले बनना. ഈ ലോകത്തിന്റെ പ്രമാണം അനുസരിച്ച് പഠിച്ച് പഠിപ്പിക്കാം. संसार के अनुसार सीख कर सिखा सकते हैं. പക്ഷെ ദൈവവചനത്തിന്റെ പ്രമാണം അങ്ങനെയല്ല. लेकिन प्रभु के वचन में ऐसा नहीं है. പഠിച്ച് പഠിപ്പിച്ചാൽ പോരാ, केवल सीख कर सिखाओ ऐसा नहीं. പഠിക്കണം, सीखना तो है ही, അത് പ്രമാണിക്കണം, उसको मानना है അത് പഠിപ്പിക്കണം. और तब उसको सीखना ഇത് है. മൂന്നിനും വളരെ പ്രാധാന്യമുണ്ട്. इन तीनों बातों पर बहुत जोर है. അതാണ് ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ സത്യം. इस वचन से सबसे गहरे रूप से या उसके नींव में हम इन बातों को देखते हैं. അപ്പൊ സകലത്തിന്റെയും അടിസ്ഥാനം എന്നുള്ളത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ, അതായത് തിരുവചനമാണ്. सबका जो नींव है ये प्रभु का वचन है जो मैंने सिखाया तुमको.
അത് പ്രമാണിച്ച് നല്ല ശിഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയണം. उसको मानकर अच्छे चेलों के रूप में संसार में जीना हमारे लिए होना चाहिए. അങ്ങനെ പ്രമാണിച്ച് നല്ല ശിഷ്യരായവർ ഉപദേശിച്ച് അനേകരെ ശിഷ്യരാക്കാനും കഴിയണം. और ऐसे मानकर चलने वाले चेले दूसरों को भी सिखाने में सक्षम है. അതാണ് ഈ ലോകത്തിന്റെ പ്രമാണവും ദൈവവചനത്തിന്റെ പ്രമാണവും തമ്മിലുള്ള വ്യത്യസ്തത. संसार के नियम और परमेश्वर के वचन के नियम के बीच में यही अंतर है. നമുക്കറിയാം, ലോകത്തിൽ നന്നായി പഠിച്ചാൽ നമുക്ക് അടുത്ത തലമുറയെ പഠിപ്പിക്കാനുള്ള അനുവാദം ലഭിക്കും. इस संसार में यदि हम भली भांति सीखेंगे तो आने वाले पीढ़ी को सिखाने का हमें उसका अधिकार मिलता है. ഇപ്പൊ MSc നഴ്സിംഗ് കഴിഞ്ഞാൽ BSc നഴ്സിംഗ് ഉള്ള പിള്ളേരെ പഠിപ്പിക്കാനുള്ള അനുവാദമുണ്ട്. यदि MSc नर्सिंग किसने किया है तो उसको BSc नर्सिंग में जो सीख रहे हैं उसको उनको सिखा सकते हैं. പക്ഷേ ഇവിടെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ദൈവവചനത്തിന്റെ പ്രമാണം എന്നുള്ളത്. लेकिन प्रभु के वचन में कोई ऐसा नियम नहीं है कि सीखो और सिखाओ. ഇവിടെ വചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ആദ്യം നിങ്ങൾ പ്രമാണിക്കണം, എന്നിട്ട് അത് പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഉപദേശിക്കുകയും ചെയ്യണം. यहाँ स्पष्ट रूप से लिखा है, जो बातें मैंने तुम्हें आज्ञा दी है उनको मानो और उनको सिखाओ. അതാണ് ശിഷ്യത്വത്തിന്റെ ശരിയായ പാത എന്നുള്ളത്. और यही शिष्यत्व का सही मार्ग है. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാൻ വേറൊരു പുസ്തകമോ വേറൊരു അടിസ്ഥാനമോ ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടില്ല. प्रभु ने परमेश्वर को जानने के लिए कोई और पुस्तक या कोई और नियम नहीं दिया है, केवल ये वचन दिया है. സ്പർജന്റെ വാക്കുകൾ ഞാൻ കടമെടുത്ത് ഇങ്ങനെ പറയട്ടെ. स्पर्जन के शब्दों को मैं उद्धृत करता हूँ. If you wish to know God, यदि आप परमेश्वर को जानना चाहते हैं, you must know the God. उसके वचन को जानना होगा. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? क्या आप प्रभु को जानना चाहते हैं? ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവവചനത്തിൽ മാത്രമാണ്. उसने अपने आप के बारे में अपने वचन में ही प्रकट किया है. അതുകൊണ്ട് ദൈവവചനത്തിൽ നിലനിന്നുകൊണ്ട് അടുത്ത തലമുറയെ ശിക്ഷിക്കപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. इसलिए प्रभु के वचन में रहकर ही हम अगले पीढ़ी को सिखा सकते हैं. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിക്ക് നല്ല ശിഷ്യനാകണമോ, यदि एक व्यक्ति अच्छा चेला बनना चाहता है, ഈ വചനം പ്രമാണിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല. इस वचन को मानना, इसके अलावा और कोई नियम नहीं है. വചനം പ്രമാണിക്കുക, വചനം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സത്യം. वचन सीखना और उसे मानना यही मूल तथ्य है. വചനം പഠിക്കാതെ പ്രമാണിക്കാൻ കഴിയില്ലല്ലോ. वचन को बिना सीखे हम उसको मान भी नहीं सकते हैं. ഒരു ശിഷ്യന്റെ ലക്ഷ്യം എന്നുള്ളത് एक चेले का लक्ष्य क्या है? ഗുരുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. उस गुरु के जैसा ही बन जाना. മത്തായി സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം. मत्ती के सुसमाचार 10वें अध्याय उसके അവിടെ നാം വായിക്കുന്നത് ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ये काफी है कि चेला अपने गुरु के जैसा बन जाए. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്നുള്ളത്, ലക്ഷ്യം എന്നുള്ളത് കർത്താവിനെ പോലെ ആകുക എന്നുള്ളതാണ്. तो चेला बनना इसका सबसे महत्वपूर्ण उद्देश्य है, जैसा गुरु है वैसे ही बन जाना. കർത്താവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. तो ये परमेश्वर के वचन का एक नियम है, सबसे मूल नियम है कि हम मसीह के जैसे इस संसार में जी सकते हैं. നമ്മുടെ കർത്താവ് ഒരു ഫറവോനല്ല. हमारा मसीह, हमारा प्रभु एक फिरौन नहीं है. നമ്മെ കൊണ്ട് കഴിയാത്തൊരു കാര്യം സാധിപ്പിക്കാൻ വന്നവനല്ല നമ്മുടെ കർത്താവ്. हमारा प्रभु इसलिए नहीं आया कि हमसे वो बातें कहे जो हम नहीं कर सकते हैं. കഴിയുമെന്നുള്ളത് ദൈവവചനത്തിന്റെ സത്യമാണ്. संभव है करके प्रभु के वचन की सच्चाई है. അത് മനോഹരമായി ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. प्रभु के वचन में बहुत सुंदर रूप से इसको बताया गया है. അങ്ങനെ ജീവിച്ചവരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. और ऐसे जीवन जिन्होंने दिखाया उसका इतिहास इस पुस्तक में है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും കഴിയും എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. और हमसे भी ये संभव है करके ये प्रभु के वचन का नींव मूल है. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു വാചകം പറയാൻ ആഗ്രഹിക്കുന്നു. मैं एक शब्द ऐसा कहना चाहता हूँ. ഒരുവൻ ക്രിസ്തുവിലാകുന്നത് ശിഷ്യനാകാനുള്ള യോഗ്യതയെങ്കിൽ, यदि मसीह में होना ये एक चेले होने का एक यदि एक उसका एक प्रवृत्ति है. ഒരുവൻ ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ് ശിഷ്യന്റെ ലക്ഷ്യം. एक व्यक्ति मसीह के जैसे हो जाना यही उसका उद्देश्य भी है. കർത്താവിനെ പോലെ ഒന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ് പിശാച് നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. शैतान ने हमको सिखा कर रखा है कि हम इस संसार में मसीह के जैसे नहीं जी അത് सकते. സാത്താന്റെ ഒരു തന്ത്രമാണ്. ये शैतान का एक तंत्र क्या योजना है. അത് സാധാരണക്കാരുടെ ഈ വചനപ്രകാരമൊക്കെ ആർക്കാ ജീവിക്കാൻ കഴിയും? बहुत आमतौर से हम सुनते हैं ना कि इस वचन के अनुसार कौन जी सकता है.
പക്ഷേ കഴിയും എന്നുള്ളത് ദൈവവചനത്തിന്റെ സത്യമാണ്. लेकिन ये संभव है, इस बात को हम प्रभु के वचन की सच्चाई करके मान सकते हैं। മനോഹരമായ ഒരു മാതൃക ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. एक अच्छा एक नमूना मैं आपको दिखाना चाहता हूँ। കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ്ലീഹ തന്നെ പറയുന്ന വാക്കാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ. कोरिन्थियों की पहली पत्री 11वें अध्याय के पहले कलम में पौलुस कहते हैं, जैसे मैं मसीह का चेला हूं या उसका इच्छा करता हूं, वैसे तुम भी मेरे पीछे चलो. അവിടെ കൊരിന്ത്യരോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യമാണ് നാം വായിച്ച് കേൾക്കുവാൻ ഇടയായിട്ടുള്ളത്. कुरिन्थी कलीसिया को सबसे मुख्य रूप से जो सत्य बताया वही हमने यहाँ देखा है. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ്, സമം ഞാൻ കർത്താവിന്റെ നല്ലൊരു ശിഷ്യനാണ്. मैं मसीह की सी चाल चलता हूँ, मतलब मैं मसीह का अच्छा चेला हूँ. നിങ്ങളും അതുപോലെ എന്റെ അനുകാരികളാകുവിൻ, എന്നെ അനുകരിപ്പിൻ എന്ന് ധൈര്യത്തോടെ പറയാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിയുമായിരുന്നു. और इसलिए याव के साथ वो प्रेरित पौलुस कह सका कि तुम भी मेरी सी चाल चलो. ഈ ആഹ്വാനത്തോട് കൊരിന്ത്യയിലെ വിശ്വാസികൾ അനുസരണം കാണിച്ചാൽ, यदि इस बुलावे की ओर ये कुरिन्थी विश्वासी आज्ञाकारिता दिखाएंगे, പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യയിലെ സഭ നല്ല ശിഷ്യന്മാരുടെ ഒരു കൂട്ടമായി മാറുകയില്ലേ? क्या कुरिन्थ की कलीसिया सब पूरे चेलों का एक कलीसिया नहीं बन जाएगा? കർത്താവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുടെ ഒരു കൂട്ടമായി മാറുകയില്ലേ? क्या मसीह के जैसे जीने वालों की का एक गुट नहीं बन जाएगी वो कलीसिया? അപ്പോസ്തലനായ പൗലോസിനെ പോലെ അധ്വാനിക്കുന്ന പോരാടുന്ന ഒരു നല്ല പോരാളികളായി തീരുകയില്ലേ? क्या प्रेरित पौलुस के जैसे परिश्रम करने वाले और युद्ध करने वाले योद्धाओं का एक गुट नहीं बन जाएगा वो? പ്രിയപ്പെട്ടവരെ, ഞാൻ അതിന് ഒരുക്കമാണ് എന്നുള്ളത് സമർപ്പിക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയുമോ? क्या आप इस बात को समर्पित कर सकते हैं कि मैं वैसा बनना चाहता हूँ? അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ നമ്മുടെ സഭകൾ എത്ര അനുഗ്രഹപൂർണമായ മഹത്വപൂർണമായ സഭയായി തീരും. यदि हम में से हर एक जन ऐसा मानेंगे तो हमारी कलीसिया कितने वैसे धनी बन जाएगी. ക്രിസ്തുവിനെ പോലെ സാക്ഷ്യം വഹിക്കുന്ന ഒരു കൂട്ടം ഈ ദേശത്ത് നിൽക്കുക എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. मसीह के जैसे होने वाले लोगों का एक गुट इस देश में होना कितने अनुग्रह की बात है. ഞാനിങ്ങനെ സാധാരണ പറയാറുണ്ട്, मैं आमतौर से कहता हूँ, 10-ൽ ഒരാൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ 10% ശരിയായി. यदि 10 में से एक जन वैसा जी सकता है तो 10% लोग ऐसे जी सकते हैं. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് ഓരോരുത്തരും ഈ വലിയ നിർണയത്തിലേക്ക് വരാൻ കഴിഞ്ഞാൽ കർത്താവിനെ പോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. यदि हम इस तरह से निर्णय के साथ रहेंगे तो मसीह के जैसे हम जी सकते हैं इस संसार में. ഞാൻ 3 തലങ്ങളിൽ ഇതൊന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുക. मैं 3 भाग करना चाहता हूँ वचन को. ഒന്നാമത്തെ കാര്യം, വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് കർത്താവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. हमारे व्यक्तिगत जीवन में प्रभु के वचन के आधार पर हम मसीह के जैसे जी सकते हैं करके हम पहले देखेंगे. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. कोलोसियों की पत्री पहले अध्याय उसके 28 से चला. അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണല്ലോ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. कोलोसियों की पत्री पहले अध्याय का 28 से चला. അവിടെ വായിക്കുന്നത്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. जिसका प्रचार करके हम हर एक मनुष्य को चेतावनी देते हैं और सारे ज्ञान से हर एक मनुष्य को सिखाते हैं कि हम हर एक व्यक्ति को मसीह में सिद्ध करके उपस्थित करें. ഞങ്ങളുടെ ദൈവം വചനം പഠിപ്പിക്കുന്ന VP പൗലോസ് ഇങ്ങനെ പറയാറുണ്ട്, हमें जो वचन सिखाते हैं VP पौलुस ऐसे बताते हैं. ഏത് മനുഷ്യരിലും പെടാത്തവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? क्या ऐसा कोई इंसान है जो दूसरे इंसानों के साथ नहीं गिराया जाता? ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കുന്നത് ഈ ദൈവവചനമാണ്. किसी भी या हर एक मनुष्य को सिद्ध बनाने वाला यही वचन है. അപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും തികഞ്ഞവരായി സാക്ഷ്യം വഹിക്കാൻ കഴിയും എന്നുള്ളത് ഈ വചനത്തിന് സത്യമാണ്. इस वचन का तथ्य यह है कि यहाँ इकट्ठे हुए सब लोग इस तरह से सिद्ध मनुष्य बन सकते हैं. അതിന് വേറെ ഒരു കുറുക്കു വഴിയുമില്ല. और उसके लिए कोई आसान रास्ता नहीं है. ഈ വചനമാണ് അടിസ്ഥാനം. यही वचन उसका आधार है. അപ്പോൾ ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കുന്ന
ദൈവദാസന്റെ വലിയ പ്രക്രിയയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. प्रभु का दास हमें वो एक रास्ता या प्रक्रिया बताता है कि कैसा कोई भी मनुष्य मसीह में सिद्ध बन सकता है. അതുകൊണ്ട് ദൈവദാസൻ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു, ഏത് മനുഷ്യനെയും ഞാൻ ഉപദേശിക്കുന്നു, അതിനായി ഞാൻ സകല ബലത്തോടും പോരാടുന്നു, അധ്വാനിക്കുന്നു എന്ന് ദൈവദാസൻ പറയുകയാണ്. इसलिए वो कहता है कि हम हर एक व्यक्ति को मसीह में सिद्ध करके उपस्थित करना चाहते हैं. इसलिए मैं उस शक्ति के अनुसार जो मुझमें सामर्थ्य के साथ प्रभाव डालती है, तन मन लगाकर परिश्रम भी करता हूँ. അപ്പോൾ ഏത് മനുഷ്യരെയും തികഞ്ഞവരാക്കുവാൻ, വ്യക്തി ജീവിതങ്ങളെ തികഞ്ഞവരാക്കി തീർക്കുവാൻ ദൈവവചനത്തിന് കഴിയും എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ये वचन हमें सिखाता है कि हर एक मनुष्य या कोई भी व्यक्ति मसीह के जैसे सिद्ध बन सकता है. ഇതുപോലൊരു കുടുംബത്തെ കുറിച്ചും നമുക്ക് കാണാനായിട്ട് കഴിയും. ऐसा एक परिवार के बारे में हम प्रभु का वचन में देखते हैं. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം-അധ്യായം 6-ാം വാക്യം. लूका के सुसमाचार पहले अध्याय के 6वें कलम में देखते हैं. അവിടെ നാം വായിക്കുന്നത് അവിടെ നമുക്ക് അറിയാവുന്ന പോലെ എലിസബത്തിന്റെയും സെക്കരിയാവിന്റെയും കുടുംബമാണ്. वहाँ एलिजाबेथ और जकरिया का एक परिवार देखते हैं. അവിടെ നാം വായിക്കുന്നത് ഇരുവരും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി ജീവിക്കുന്നവരായിരുന്നു. वे दोनों परमेश्वर के सामने धर्मी थे. അവർ ദൈവത്തിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി ജീവിക്കുന്നവരായിരുന്നു. और प्रभु की सारी आज्ञाओं और विधियों पर निर्दोष करने वाले थे. ഇത് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്ന സത്യങ്ങളാണ്. ये पवित्र आत्मा ने लिखा हुआ वचन है. അപ്പോൾ ഒരു കുടുംബത്തിന് ദൈവത്തിന്റെ കൽപ്പനകളോടും പ്രമാണങ്ങളോടും കുറ്റമില്ലാതെ ജീവിക്കാൻ, സാക്ഷ്യം വഹിക്കാൻ കഴിയുമെന്നുള്ളത് ഈ കുടുംബം നമ്മെ പഠിപ്പിക്കുകയാണ്. ये परिवार हमें सिखाता है कि प्रभु की सारी आज्ञाओं और विधियों के अनुसार निर्दोष होकर चल सकते हैं. ശിശുത്വത്തിന്റെ പരിശീലനം എന്നുള്ള ഭാഗത്ത് വരുമ്പോൾ ഞാൻ അത് വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തോട് വരികയാണ്. चेले होने में जो ट्रेनिंग लगता है, जो शिक्षण लगता है, उसमें ये बातें आएगी. तो यहाँ इस बात को छोड़ देता हूँ. വെളിപ്പാട് പുസ്തകം 3-ാം-അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ प्रकाशित वाक्य 3 अध्याय के 8वें कलम में देखते അവിടെ हैं. നാം വായിക്കുന്നത് ഏത് സഭയ്ക്കും സഭാകാന്തന് പ്രസാദകരമാവണ്ണം സാക്ഷ്യം വഹിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അവിടെ ആ വാക്യത്തിൽ നാം കാണുന്നത്. വെളിപ്പാട് 3-ന്റെ 8. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. वहाँ पढ़ता है कि मैं तेरे कामों को जानता हूँ. देख, मैंने तेरे सामने एक द्वार खोल रखा है, जैसा कोई बंद नहीं कर सकता. तेरी सामर्थ थोड़ी सी तो है, फिर भी तूने मेरे वचन का पालन किया है और मेरे नाम का इनकार नहीं किया. അപ്പൊ ഒരു സഭയ്ക്ക് സഭാകാന്തന് പ്രസാദകരമായ നിലയിൽ സാക്ഷ്യം വഹിക്കാൻ കഴിയുമെന്നുള്ളത് ഈ സഭ നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. ये वचन से हम सीख सकते हैं ये सच्चाई कि कलीसिया का जो प्रिय है, वो उसके लिए, उसके लायक ये कोई भी कलीसिया इस तरह से सिद्ध होकर जीवन बिता सकती है. ഇതിനെക്കുറിച്ച് ദേവദാസന്മാർ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. प्रभु के दास लोग इस तरह से इसके बारे में कहते നിനക്ക് हैं. അല്പമേ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ ആണെന്നത്തിൽ ഒരു പക്ഷേ ആ സഭ വളരെ ചെറിയതായിരിക്കാം. शायद कहेंगे कि मेरे पास बहुत कम सामर्थ्य है. അത് ദൈവത്തിന്റെ വിഷയമല്ല. मतलब शायद गिनती में लोग कम होंगे उस कलीसिया में, लेकिन ये प्रभु के लिए कोई मायने नहीं रखता. ये बात ആണെന്നത്തിൽ പെരുകണം എന്നുള്ളത്, ശിഷ്യന്മാർ വർദ്ധിക്കണം എന്നുള്ളത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണ്. प्रभु को बहुत अच्छा लगता है कि लोग संख्या में बढ़े. എന്നാൽ എങ്ങനെയെങ്കിലും കുറെ ആളെ കൂട്ടുക എന്നുള്ളതല്ല ദൈവവചനത്തിന്റെ പ്രസക്തി. लेकिन किसी भी तरह लोगों को इकट्ठा कर लो, ये बात नहीं है प्रभु के वचन में. നമുക്ക് അല്പമേ ശക്തിയുള്ളൂ, ആണെന്നത്തിൽ കുറവാണെന്നിരിക്കട്ടെ. शायद हो सकता है कि हम बल में कम है, मतलब लोग कम होंगे हमारे पास. അത് പ്രശ്നമല്ല. वो समस्या की बात नहीं है. പക്ഷെ ദൈവവചനപ്രകാരം അല്പമേ ശക്തിയുള്ളൂ എങ്കിലും എന്റെ വചനം കാക്കുന്ന, എന്റെ നാമത്തെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടമാണോ നിങ്ങൾ? लेकिन सवाल यह है कि भले ही बल कम है, लोग कम है, तब भी क्या मेरे वचन को आप स्थिरता से पालन करते हैं और मेरे वचन को ज्ञान को इनकार नहीं करते हैं? वैसा है. തീർച്ചയായും ദൈവം സഭാകാന്തൻ ആ സഭയിൽ പ്രസാദിക്കും എന്നുള്ളത് ഈ ചരിത്രം, ഈ സഭ നമ്മെ പഠിപ്പിക്കുന്ന ചരിത്രമാണ്. ये कलीसिया हमें सिखाती है कि हमारे कलीसिया या कलीसिया का जो प्रिय है, वो उसके लायक ये कलीसिया, कोई भी कलीसिया बन सकती है. അപ്പോൾ ഈ മൂന്ന് തലങ്ങളിലും ഒരു വ്യക്തിക്ക് നല്ല ശിഷ്യനായി ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു അടിസ്ഥാനം ദൈവവചനമാണ്. ये तीनों मुद्दों में या बातों में
कैसे प्रभु को प्रसन्न करने वाले होकर जी सकता है, ये इस बात से समझ में आता है। അപ്പോൾ ഏത് വ്യക്തിയെയും ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കുന്നത് ദൈവവചനമാണ്. तो किसी भी मनुष्य को सिद्ध करने वाले, व्यक्ति को सिद्ध करने वाला प्रभु का वचन है. എങ്ങനെ ഒരു കുടുംബത്തിന് കുറ്റമില്ലാതെ ജീവിക്കാമെന്ന് ചോദിച്ചാൽ, और एक परिवार कैसे दोषहीन रूप से जी सकता है यदि पूछा जाए तो, കുടുംബത്തിൽ പ്രമാണിക്കാനുള്ള കൽപ്പനകളും ന്യായങ്ങളിലും കുറ്റമില്ലാതെ ജീവിക്കണം. परिवार में जो नियम लागू होना है उसमें भी बिना कोई दोष से जीना होगा. സാധാരണ ഞാൻ ആ വാചകം വായിക്കുമ്പോൾ ഇങ്ങനെ അത് വിശദീകരിക്കാറുണ്ട്. मैं उस वचन को पढ़ने के समय ऐसा उसका व्याख्यान करता हूँ. അവർ രണ്ടുപേരും ദൈവസന്നിധിയിലാണ് ജീവിച്ചത്. वो दोनों व्यक्ति प्रभु के दृष्टि में उसके सम्मुख जीते थे. അവർ കുടുംബത്തിലാണ് പാർത്തത്, भले वो परिवार में रहते थे, പക്ഷെ ദൈവ സാന്നിധ്യ ബോധത്തിലായിരുന്നു അവർ കുടുംബത്തിലും പാർത്തത്. परमेश्वर की उपस्थिति का बोध हमेशा रहता था, वैसे जीते थे. പ്രിയപ്പെട്ടവരെ, നാം കുടുംബത്തിലായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യ ബോധത്തിലാണ് നാം ജീവിക്കുന്നത്. क्या जब हम परिवार में रहते हैं तो परमेश्वर के उस उपस्थिति के बोध को हम समझकर जीते हैं. നമ്മുടെ തനിനിറമെല്ലാം വെളിപ്പെടുന്നത് കുടുംബത്തിലല്ലേ. हमारा जो सही रंग है वो हमारे परिवार में दिखाई देता है. നമ്മൾ സഭയിൽ ഒരു പക്ഷേ നല്ലൊരു ഭക്തനായൊക്കെ നമ്മെ ചിലപ്പോൾ ചിത്രീകരിക്കാനായിട്ട് കഴിയുമായിരിക്കാം. हो सकता है कलीसिया में जब इकट्ठा होता है तो हम अच्छे व्यक्ति के रूप में दिखाई देते हैं. പക്ഷേ നാം കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ അടുത്ത തലമുറയും നമ്മുടെ അയൽവാസികളും നമ്മുടെ ബന്ധുമിത്രാദികളും ഒക്കെ കാണുന്നില്ലേ? क्या हम कैसे हैं कि ये बात हमारे घर के लोग, हमारे पड़ोसी और हमारे बंधु मित्र नहीं जानते हैं. എന്തും കാണാനുള്ള സാവകാശം, कुछ भी देख सकते हैं, എന്തും കേൾക്കാനുള്ള സാവകാശം, वहाँ कुछ भी सुन सकते हैं, തോന്നിയതെല്ലാം പറയാനുള്ള സാവകാശം, जो मन में आए वो कहने का है. ഇതെല്ലാം ഉപയോഗിക്കുന്നത് വീട്ടിലല്ലേ? क्या ये सब घर में नहीं होता? അങ്ങനെയാണ് നാം നമ്മുടെ കുടുംബത്തിലായിരിക്കണമെങ്കിൽ ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ കുറ്റമില്ലാത്ത കുടുംബമായി നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയില്ല. यदि ऐसा हम जीते हैं तो हम एक सिद्ध मसीह परिवार नहीं जी सकते हैं. ഈ രണ്ടുപേരും ദൈവ സാന്നിധ്യ ബോധത്തിൽ ആ കുടുംബത്തിൽ പാർത്തവരായിരുന്നു. ये दोनों उस परिवार में परमेश्वर की उपस्थिति का बोध समझकर जीते थे. ഈ ബോധം നമ്മെ എപ്പോഴും ഭരിക്കുവാനിടയായിത്തീരട്ടെ. ये बोध हमें हमेशा नियंत्रित करे. നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ हम जब अपने काम के स्थल पर जाते ദൈവ हैं, സാന്നിധ്യ ബോധത്തിലാണോ നാം ആയിരിക്കുന്നത്? क्या हम प्रभु के उस उपस्थिति का बोध समझते हैं? ബീച്ചിലായിരിക്കുന്ന കർത്താവിദാസൻ KV ഐസക്സോൻ ഇങ്ങനെ പറയാറുണ്ട്. केवी ऐसा करके प्रभु के दास ऐसा कहते हैं. അദ്ദേഹം പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനപ്രതി സഭയോട് ചേർത്തിരുന്നു. जो घर पाते थे उनको प्रभु कलीसिया में दिन प्रतिदिन जोड़ते थे. അപ്പോൾ നാം ചേർക്കപ്പെട്ടത് ദൈവസഭയോടുകൂടെയാണ്. हम जो जोड़े गए हैं वो प्रभु की कलीसिया में है. നാം ഒരിക്കലും സഭയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. हम कभी भी कलीसिया से बाहर नहीं जाते हैं. നമ്മെ ഒരിക്കലും പുറത്താക്കുന്നില്ല. हमें कभी बाहर किया नहीं जाता. അപ്പോൾ നാം നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ആ സാന്നിധ്യ ബോധത്തിൽ നാം ജീവിക്കാനായിട്ടിടയാണ്. तो जब हम चलते हैं, कहीं जाते हैं काम के लिए, वहाँ सब इस उपस्थिति के बोध में ही रहे. നാം സഭാ കൂടിവരവിൽ മാത്രമായിരിക്കുമ്പോഴല്ല ദൈവസഭയിലായിരിക്കുന്നത്. केवल हम इकट्ठा जब होते हैं तभी प्रभु की उपस्थिति में होते हैं, ऐसा नहीं है. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് നാം പ്രവേശിച്ചപ്പോൾ നാം ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്നു. जब हमने उद्धार पाया और उसके चेहरे होने का, मसीह के चेहरे होने के उस मार्ग में पैर रखा, तब हम कलीसिया के साथ जुड़े गए हैं. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലും ഈ ദൈവ സാന്നിധ്യ ബോധം നമ്മെ ഭരിക്കുവാനിടയായിത്തീരണം. इसलिए हमारे व्यक्तिगत जीवन में और सब जगह पर उसके उपस्थिति का बोध हमें हमेशा नियंत्रित करे. മാത്രമല്ല നമ്മോട് വായിച്ചത് ദൈവത്തിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്നു. और हमने पढ़ा कि प्रभु के सब आज्ञाओं में, उसकी सब विधियों में वो निर्दोष होकर चलते थे. എന്ന് പറഞ്ഞാൽ ദൈവിക കൽപ്പനകൾ കുടുംബത്തിൽ അതുപോലെ അവർ സൂക്ഷിക്കുന്നവരായിരുന്നു. मतलब उनके परिवार में वो प्रभु के सारी आज्ञाओं को पूरी तरह से मानते थे. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവം പറഞ്ഞിരിക്കുന്ന കടപ്പാടുകൾ നിർവഹിച്ചിട്ട് എന്റെ കുടുംബം പരാജയപ്പെട്ടത്? क्या आपने कभी सुना है किसी ने कहा कि मैंने प्रभु के सब आज्ञाओं को माना और उस वजह से मेरा परिवार तबाह हो गया? എന്തുകൊണ്ട് കുടുംബജീവിതങ്ങൾ തകരുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? क्या आपने सोचा है कि किसी का पारिवारिक जीवन नष्ट क्यों हो जाता है? ദൈവവചനത്തിലെ കൽപ്പനകൾ എവിടെയെല്ലാം വ്യതിചലിക്കുന്നുവോ അവിടെയെല്ലാം കുടുംബജീവിതങ്ങൾ തകർന്നിട്ടുണ്ട്. जहाँ जहाँ प्रभु के वचन के खिलाफ परिवार में किया जाता है वहाँ सब परिवार में पराजय है. ഞാൻ ഇതിനെ പറഞ്ഞു, പരാജയപ്പെടുന്ന ഒരു സ്ഥാപനങ്ങളെ സ്ഥാപിച്ച ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. मैंने कल भी कहा कि ऐसा कोई संस्था या कोई स्थान प्रभु ने नहीं तैयार किया जहाँ सब पराजय ही पराजय होता है. ദൈവത്തിന് ഭൂമിയിൽ 2 ഓഫീസുകളേ ഉള്ളൂ.
संसार में केवल दो ही ऑफिस है प्रभु ഒന്ന് കുടുംബവും ഒന്ന് സഭയുമാണ്. एक तो हमारा परिवार और दूसरा कलीसिया മൂന്നാമതൊരു ഓഫീസ് ദൈവം ഈ ലോകത്തിൽ സ്ഥാപിച്ചിട്ടില്ല. तीसरा कोई ऑफिस प्रभु ने संसार में नहीं रखा है അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ദൈവം സ്ഥാപിച്ച സ്ഥാപനത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് വ്യക്തമായ ഒരു പ്രമാണം ദൈവം നൽകിയിട്ടുണ്ട്. प्रभु ने जो तैयार किया है उस स्थान पर हमें कैसे जीना है करके प्रभु के वचन में स्पष्ट किया गया है ഞാൻ പിന്നീട് വിശദീകരിക്കുമെങ്കിലും കൂടെ ചേർത്ത് പറയട്ടെ, തോന്നിയതുപോലെ നടക്കാൻ ദൈവസഭയിൽ അധികാരമില്ല. मैं इसको बाद में स्पष्ट करूंगा लेकिन अभी बता देता हूँ कि जैसे मन में आता है वैसे जीने के लिए कोई अधिकार नहीं है അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് എഴുതുന്നു. और इसलिए पौलुस तीमुथियुस को लिखता है, परमेश्वर का जो मंदिर है उस कलीसिया में तुझे कैसे चाल चलन रखना है इस बात को मैं समझा रहा हूँ तुझे. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ നടക്കേണ്ടതുപോലെ നടക്കണം. परिवार में जैसे चाल चलन रखना है वैसा ही चलना होगा. ദൈവസഭയിൽ നടക്കേണ്ടതുപോലെ നടക്കണം. कलीसिया में प्रभु के कलीसिया में जैसे चाल चलन रखना है वैसे ही चलना होगा. അങ്ങനെ നടക്കണം എന്നുള്ളതിന് വളരെ വ്യക്തമായ ഒരു പ്രമാണമുണ്ട്. और कैसे चलना है उसका नियम भी दिया गया है. ഈ പ്രമാണം എവിടെയെല്ലാം വ്യതിചലിക്കുന്നുവോ അവിടെയെല്ലാം കുടുംബങ്ങൾ തകരപ്പെടും, യാതൊരു സംശയവുമില്ല. और कोई शंका नहीं कि जहाँ-जहाँ इस नियम को तोड़ा जाएगा उन स्थानों में परिवार का पराजय होता है. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളോട് ഞാൻ പറയട്ടെ, इसलिए मेरे सुनने वाले जवान भाई बहन, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ യാതൊരു ആശങ്കയും വേണ്ട. आपको पारिवारिक जीवन में प्रवेश करने के लिए कोई शंका की जरूरत नहीं है. ചുറ്റുപാട് നോക്കി കുടുംബജീവിതങ്ങൾ തകരപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് ഈ കുടുംബജീവിതം വേണ്ടെന്ന് തീരുമാനിക്കാൻ ആവശ്യമില്ല. आप ऐसा मत सोचे, ना सोचे कि देखो हमारे चारों तरफ परिवार जो है वो सब नष्ट होते जाते हैं इसलिए मुझे ये पारिवारिक जीवन नहीं चाहिए. ചുറ്റുപാട് നോക്കിയല്ല നമ്മുടെ തീരുമാനങ്ങൾ നാം എടുക്കേണ്ടത്. हमारे आस पास देखकर मतलब देखकर हमारे कोई निर्णय को नहीं लेना है हमें. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ ദൈവം നമുക്കൊരു പ്രമാണം നൽകിയിട്ടുണ്ട്. ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? കുടുംബജീവിതം വിജയമാണ്, പൂർണ്ണ വിജയമാണ്. यदि आप प्रभु के नियम के अनुसार चलने के लिए तैयार है तो आपका पारिवारिक जीवन पूरी तरह से विजय होगा. ഞാനിപ്പോ കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷം കഴിഞ്ഞു. मेरा पारिवारिक जीवन शुरू कर अभी 12 साल हो गया है. ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. मैं नहीं कहता कि कोई समस्या नहीं हुई है. രണ്ട് വ്യക്തികളാണ് പ്രശ്നങ്ങളും പോരായ്മകളും ബലഹീനതകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. दो अलग-अलग व्यक्ति है, कभी-कभी कुछ ना कुछ अनबन होता है. എന്നാൽ ദൈവവചനത്തിൽ നാം ആശ്രയിക്കുമെങ്കിൽ, ദൈവത്തിൽ നാം ആശ്രയിക്കുമെങ്കിൽ പൂർണ്ണ വിജയം നൽകുവാൻ ദൈവം ഒരുക്കമാണ്, ശക്തനാണ്. लेकिन हम प्रभु के नियम को, उसके वचन को मानने के लिए तैयार है तो हमें विजय देने के लिए हमारा प्रभु सामर्थ्य है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പ്രമാണിക്കാതെ നല്ല ശിഷ്യരായി ജീവിക്കാമെന്ന് കരുതണ്ട. इसलिए प्रियो ये ना सोचे कि प्रभु के वचन को बिना पाले हम उसके अच्छे चेले बन सकते हैं. വചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമാക്കി തീർക്കുന്നത്. हम प्रभु के वचन को किस दृष्टि से देखते हैं उसके आधार पर रहेगा हमारा मसीह जीवन का विजय. നല്ല ശിഷ്യനാകാനുള്ള ആഹ്വാനവും നമ്മുടെ കർത്താവ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. और अच्छा चेला होना इसके लिए जो आह्वान है वो प्रभु ने दिया है. കൂടുതൽ വായിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം എടുക്കുക. യോഹന്നാ के सुसमाचार 8वें अध्याय को देखेंगे. അതിന്റെ 47ാമത്തെ വാക്യം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. 47वें कलम में प्रभु कुछ बोलते हैं. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. जो परमेश्वर से होता है वह परमेश्वर की बातें सुनता है या उसकी जो संतान है वो उसकी बातें सुनता है. നിങ്ങൾ ദൈവസന്തതികൾ അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. और तुम इसलिए नहीं सुनते कि परमेश्वर की ओर से या उसकी संतान नहीं हो. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവമക്കളാണോ, വീട്ടിൽ ജനിച്ചിട്ടുണ്ടോ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ദൈവവചനത്തോടുള്ള നിങ്ങളുടെ ആഗ്രഹവും താല്പര്യവുമാണ്. क्या आप प्रभु के संतान है? इस बात का सबूत इसमें है कि क्या प्रभु के वचन की ओर आपकी इच्छा कैसी है, क्या आप कितना उसमें दिलचस्पी लेते हैं. ദൈവവചനം കേൾക്കാൻ ഒരു ആഗ്രഹമില്ല എന്ന് വിചാരിക്കുക. ऐसा सोचिए प्रभु के वचन को सुनने के लिए कोई इच्छा ही नहीं है. നിങ്ങൾ വീണ്ടും തിരിച്ചിട്ടുണ്ടോ, കർത്താവിന്റെ ശിഷ്യനായി തീർന്നിട്ടുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. तो आपको अपने आप को परखना होगा कि क्या मैं नया जन्म पाया हूँ और मैं क्या उसका चेला हूँ. പത്രോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പത്രോസും അത് രേഖപ്പെടുത്തുന്നുണ്ട്. प्रेरित पत्रस भी अपने पत्री में लिखता है. ദൈവവചനം കേൾക്കാൻ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വാഞ്ചിക്കുകയാണ്. नए जन्मे हुए बच्चों के समान उस
प्रभु के वचन को प्राप्त करने की बहुत इच्छा रखते हैं। ഇപ്പോൾ ജനിച്ച ശിശുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. आप सब जानते हैं अभी अभी जन्मा हुआ बच्चा कैसा होता है। ആ ശിശുവിന് ഏറ്റവും ആഗ്രഹം എന്താണ്? उस बच्चे को सबसे ज्यादा कौन सी इच्छा होती है? അതിൽ വാഞ്ച എന്തിനോടാണ്? उसके लिए बहुत जो आग्रह किसके लिए है? അതിൽ ഒന്ന് മാത്രമേ അറിയുള്ളൂ, केवल एक चीज मालूम है उसे, പാല് കുടിക്കാൻ. दूध पीना है उसको। അതേ ആഗ്രഹവും വാഞ്ചയുമാണ് വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ ഉണ്ടായിരിക്കുന്നത്. यही इच्छा और यही आग्रह एक नए जन्मे हुए मसीह व्यक्ति को चाहिए, जरूरी है। മാത്രമല്ല അതിന്റെ 43-ാമത്തെ വാക്യത്തിലേക്ക് വരിക. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം. യോഹന്നാ के सुसमाचार 8 के 43 कलम में भी हम ध्यान देंगे। അവിടെ പറയുന്നത് എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്ക കൊണ്ടത്രേ. तुम मेरी बात क्यों नहीं समझते? इसलिए कि तुम मेरा वचन सुन नहीं सकते। അപ്പോൾ എന്താണ് അവിടെ അതിന്റെ കാരണം എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. उसका कारण वहां लिखा गया है, നിങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ. क्योंकि तुम नहीं समझते। എന്ന് പറഞ്ഞാൽ വചനം മനസ്സോടെ ഗ്രഹിക്കാനായിട്ട് കഴിയണം. तो वचन को अपने हृदय में पूरी तरह से समझना ये आपसे संभव होना चाहिए। തെസ്സലോനിക്കർ വചനത്തെ എങ്ങനെയാണ് ഗ്രഹിച്ചത് എന്നുള്ളത് ഞാൻ പിന്നീട് ഭാഗത്ത് വിശദീകരിക്കുന്നതാണ്, അതുകൊണ്ട് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. തെസ്സലോനിക്കयों की कलीसिया ने किस तरह से प्रभु के वचन को प्राप्त किया या उसको ग्रहण किया, स्वीकार किया, ये हम बात में देखेंगे। അപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയാണ്. जब एक व्यक्ति उद्धार पाता है, वो चेला होने के मार्ग में आता है, तो पवित्र आत्मा उसमें रहने लगता है। ആത്മാവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ദൈവവചനത്തിലുള്ളത് നമുക്ക് ഗ്രഹിപ്പിച്ചു നൽകുകയാണ്. प्रभु के आत्मा का सबसे मुख्य काम यह है कि प्रभु के वचन को हमें समझा कर देना। കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, कोरिन्थियों की पत्री में पौलुस कहता है, അവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ മനസ്സറിഞ്ഞവനാ. कौन है जो प्रभु के मन को समझ सकता है? നിങ്ങൾക്കും ദൈവത്തിന്റെ മനസ്സറിയാനായിട്ട് കഴിയും. आप भी प्रभु के मन को समझ सकते हैं। എങ്ങനെ അറിയാൻ കഴിയും? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ സകലവും നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു നൽകും. कैसे आप जान पाएंगे? प्रभु का आत्मा आपके अंदर वास करता है, इसलिए आप उसके मन को समझ सकते हैं। അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, पवित्र आत्मा हमारे अंदर रहकर जो मुख्य तौर से काम करता है वो क्या है? ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനം നമ്മെ ഗ്രഹിപ്പിക്കുവാനിടയായി തീരും. जब हम प्रभु का वचन पढ़ते हैं तो उसमें समझ दे देते हैं वो हमें। സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. सारे सच्चाई में हमें वो चलाता है കുറ്റമില്ലാത്തവരായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയും. और निर्दोष होकर इस संसार में हम जीवन बिता पाएंगे। പിന്നെ നാം വായിക്കുന്ന 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ यूहन्ना के 8 अध्याय उसके 31वें कलम में पढ़ता है। 37 31 കൂടെ ചേർത്ത് വായിക്കാം. ആ വാക്യം നോക്കിയാൽ മതി. എന്റെ വചനത്തിൽ നിങ്ങൾ ഇടമില്ലായ്ക കൊണ്ട് തന്നെ. ഇനി 31-ാമത്തെ വാക്യത്തിൽ 37 എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായ്ക കൊണ്ട് തന്നെ. उसके 36-ാം വാക്യം യോഹന്നാന്റെ 8:37. उसके 31वें और 37वें कलम में मिलाकर जब देखते हैं, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായ്ക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. मेरा वचन तुम्हारे हृदय में जगह नहीं पाता। അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ പ്രത്യേകത, അവരിൽ ദൈവവചനത്തിനൊരു സ്ഥാനമുണ്ട്, ഒരു ഇടമുണ്ട്. जो नया जन्म पाया है उसकी एक खूबी है कि उसके हृदय में परमेश्वर के वचन का एक स्थान मिलता है। ഇനി 31-ാം വാക്യത്തിലേക്ക് നോക്കുക. और 31वें कलम को, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് जिन यहूदियों ने उस पर विश्वास किया, യേശു എന്റെ വചനത്തിൽ യഹൂദന്മാരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. वो उनसे कहता है, यदि तुम मेरे वचन में बने रहोगे तो सचमुच मेरे चेले ठहरोगे। അപ്പോൾ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖ്യമായ സ്ഥാനം ഉണ്ടായിരിക്കും. तो वचन को हमारे जीवन में सबसे महत्वपूर्ण स्थान होना जरूरी है। മാത്രമല്ല ആ വചനത്തിൽ നിലനിൽക്കാനായിട്ട് കഴിയണം. और उस वचन में बने रहना भी जरूरी है। അവർക്കേ കർത്താവിന്റെ ശിഷ്യനായ കഴിയുള്ളൂ. केवल ऐसे ही लोग प्रभु के चेले बन सकते हैं। പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കണം, प्यारों, प्रभु के वचन को सुनना होगा അത് മനസ്സോടെ ഗ്രഹിക്കണം, और मन से उसको
प्राप्त करना या अपना बनाना पड़ेगा उसे। ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ മുഖ്യമായ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. प्रभु के वचन को सबसे मुख्य स्थान देना होगा हमारे जीवन ആ में, വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുവാനിടയായിരിക്കണം. और उस वचन में बने भी रहना होगा। അപ്പോഴാണ് നിങ്ങൾ വാസ്തവമായി കർത്താവിന്റെ ശിഷ്യന്മാർ ആകുന്നത്. तब तुम सचमुच प्रभु के या मसीह के चेले ठहरोगे। പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ നല്ല ശിഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കാം. यारों, हम प्रभु के अच्छे या भले चेले होकर के इस संसार में നമ്മളെ രക്ഷിച്ചത് എന്തിനാണ്? हमारा उद्धार क्यों किया गया? തെസ്സലോനിക്കർക്ക് രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. तेस्सलोनिकियों की दूसरी पत्री उसके अध्याय के 14वें और 15वें कलम में इस बात को हम लिखते हैं। തെസ്സലോനിക്കർക്ക് 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. तेस्सलोनिकियों की पत्री दूसरी पत्री उसके दूसरे अध्याय के 14वें। വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. जिसके लिए उसने तुम्हें हमारे सुसमाचार के द्वारा बुलाया कि तुम हमारे प्रभु यीशु मसीह की महिमा को प्राप्त करो। അപ്പോൾ നമ്മെ രക്ഷിച്ചത് സുവിശേഷ ഘോഷണത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനാണെന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. यहाँ सुसमाचार के द्वारा हमें क्यों बुलाया गया और हमें नया जन्म क्यों दिया गया, इसके बारे में लिखा है। എന്തിനു വേണ്ടിയാണ്? किस लिए बुलाया गया? യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ, यीशु मसीह की महिमा हमें मिले इसलिए। അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. 15वें कलम में लिखा है, तो हमें उसके लिए क्या करना होगा? ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ച പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. इसलिए हे भाइयों, स्थिर रहो और जो जो बातें तुमने चाहे वचन या पत्री के द्वारा हमसे सीखी है उन्हें थामे रहो। യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? यीशु मसीह की महिमा को यदि हमें प्राप्त करना है तो क्या करना होगा? ഞങ്ങൾ ഉപദേശിക്കുന്ന ഈ ഉപദേശങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാനിടയായിരിക്കണം. हमने जो उपदेश तुम्हें दिया उसमें तुम्हें स्थिर होना पड़ेगा, മാത്രമല്ല അതിനെ മുറുകെ പിടിക്കണം. और उसे थामे रहना होगा। ഈ രണ്ട് വാക്കുകൾ നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിലൊരു കളി വിനോദത്തോട് ചേർത്തിരിക്കാവുന്നതാണ്. ये दो शब्द स्थिर होना और थामे रहना केरल में एक कुछ खेल है जिसके साथ उसको बहुत दिलचस्पी से समझाया जाता है। ഉറച്ചു നിൽക്കുക, മുറുകെ പിടിക്കുക. स्थिर रहना और थामे रहना। ഇവിടെയുള്ള ഒരു വടംവലി കണ്ടിട്ടുണ്ടോ? വടംവലി, यहाँ वो रस्सी से वो खींचता है, वो जो गेम आपने देखा होगा। ആ വടംവലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം, അതുപോലെ ഈ വടത്തിൽ മുറുകെ പിടിക്കുകയും വേണം. जगह पर उसको कहता है, आपको स्थिर खड़ा भी होना होगा और थामे भी रहना होगा। ഉറച്ചു നിൽക്കുന്നുണ്ട്, പക്ഷെ വടത്തിൽ മുറുകെ പിടിക്കുന്നില്ലെങ്കിൽ ഈ വടവും വലിച്ചോണ്ട് അവര് പോകും. यदि हम स्थिर तो खड़े हैं लेकिन यदि उसको थामे नहीं देंगे रस्सी को, तो रस्सी वो लेकर सामने वाला चला जाएगा। ഇനി മുറുകെ പിടിക്കുന്നുണ്ട്, പക്ഷെ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നമ്മളെയും കൊണ്ടുപോകും. यदि पकड़े तो है लेकिन स्थिर नहीं है तो हमें भी लेकर जाएंगे। പ്രിയപ്പെട്ടവരെ, അതിന് സമാനമായ രണ്ട് വാക്കുകളാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നത്. इसके तुलना में कुछ बातें यहाँ प्रभु का आत्मा हमें बताता है। നിങ്ങൾക്ക് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? यदि आपकी इच्छा है कि प्रभु यीशु मसीह की महिमा आप प्राप्त करें, നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം. तो दो काम करना होगा। ഈ വചനത്തിൽ ഉറച്ചു നിൽക്കണം, इस वचन में स्थिर रहना होगा, ഈ ഉപദേശ പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. और इस वचन के उपदेशों को आपको थामे रहना होगा। അല്ലാതെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനായിട്ട് കഴിയില്ല. वरना आप प्रभु यीशु मसीह की महिमा को प्राप्त नहीं कर पाएंगे। പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിച്ചതിന്റെ ഉദ്ദേശം ഏറെ ഉന്നതമാണ്. हमारा उद्धार करने का उद्देश्य बहुत ऊंचा है। യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാനാണ്, हम मसीह के जैसे जी इसलिए, ഗുരുവിനെ പോലെ ആകുന്നതിന് വേണ്ടിയാണ്. ताकि हम उस गुरु के जैसे बन जाए। പക്ഷെ നാം ഗുരുവിനെ പോലെ ആകാനുള്ള വലിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ? क्या हमारे अंदर वो इच्छा या वो कोशिश है उस गुरु के जैसे बनने ഈ की? വചനത്തിൽ ഉറച്ചു നിൽക്കാനും ഈ ഉപദേശ പ്രമാണങ്ങളെ മുറുകെ പിടിക്കാനും കഴിയുന്നുണ്ടോ? क्या हम इस वचन में स्थिर रहने और उसको उसके उपदेशों को थामे रहने में हम काबिल होते हैं? അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ
നല്ല ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. यदि हमसे ये ऐसा नहीं होता तो हम अच्छे चेले नहीं बन सकते। അത് തന്നെയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ വാസ്തവമായി ഈ വചനത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. यही बात मसीह ने अपने चेलों को बताया कि यदि तुम मेरे वचन में बने नहीं रहोगे तो मेरे चेले नहीं बन सकते। അപ്പോൾ നല്ല ശിഷ്യനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വചനം പ്രമാണിച്ചേ മതിയാകുള്ളൂ. यदि अच्छे चेले बनना है तो इन वचनों को मानना ही होगा। ഇതല്ലാതെ മറ്റ് യാതൊരു കുറുക്കുവഴിയും ദൈവവചനത്തിൽ രേഖപ്പെടുത്തുന്നില്ല. इसके लिए और कोई आसान रास्ता प्रभु के वचन में नहीं है। അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഗുരുവിനെ പോലെ ആകാൻ കഴിയും. हम हमारे गुरु के जैसे बन सकते हैं। നിങ്ങൾക്ക് തികഞ്ഞവരായി തീരാൻ കഴിയും. आप सिद्ध बन सकते हैं। മാത്രമല്ല നിങ്ങൾക്ക് വാസ്തവമായി കർത്താവിന്റെ ശിഷ്യന്മാരായി തീരാൻ കഴിയും. सचमुच हम मसीह के चेले बन सकते हैं। മാത്രമല്ല യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിച്ച് ജീവിക്കാൻ കഴിയും. और यीशु मसीह के महिमा को प्राप्त करके जीवन बिता सकते हैं। ഇതിന്റെ ഉദാഹരണങ്ങളാണ് നാം ഈ വാക്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ കാണുവാനിടയായത്. इन वचनों को पढ़कर हमने इन्हीं उदाहरणों को देखा। നിങ്ങൾക്ക് അങ്ങനെ ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ यदि आपको ऐसे होने की इच्छा है നല്ല ശിഷ്യരായി തീരാനിടയാണ്. तो आपको पहले उसके अच्छे चेले बनना होगा। ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാനിടയായി തീരണം. मैंने तुम्हें जो जो आज्ञा दी है वो सब मानना होगा। നമ്മുടെ ഗുരുനാഥൻ ഏറെ മനോഹരമായ മാതൃകകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. हमारे स्वामी ने सबसे उत्तम नमूने रखे हमारे सामने। മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ നമുക്കത് വായിക്കുന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മത്തായി 11:28-29. मत्ती के सुसमाचार 11वें अध्याय के 28 और 29वें कलम में इन बातों को हम पढ़ते हैं। അത് നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. हमारे दोपहर के बाद का जो समय है तब हम इसके बारे में सोचेंगे। അത് നിങ്ങൾക്ക് ധ്യാനിപ്പാൻ ഉള്ള ഈ ഫ്രീ ടൈമിൽ അത് ധ്യാനിപ്പാൻ ഇടയാകേണ്ടതിന് അത് ആ വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. हम केवल इस वचन को पढ़ेंगे ताकि हमारा जो समय अभी बीच में होगा उसमें आप थोड़ा मनन कर सकें उसके ऊपर। മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-29 വാക്യം. मत्ती जैसे सुसमाचार 11वें अध्याय के 28 और 29वें कलम। हे सब परिश्रम करने वालों और बोझ से दबे हुए लोगों, मेरे पास आओ, मैं तुम्हें विश्राम दूंगा। मेरा जुआ अपने ऊपर उठा लो और मुझसे सीखो, क्योंकि मैं नम्र और मन में दीन हूँ, और तुम अपने मन में विश्राम पाओगे। അവിടെ നിന്നുകൊണ്ട് 3 ആശയങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് വിശദീകരണം പിന്നെ പറയാം. यहाँ से 3 बातों को लेकर मैं बताऊंगा, उसके बारे में बाद में स्पष्टीकरण दूंगा। അപ്പോൾ ഈ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ധ്യാനിക്കാനിടയാക്കിയാണ്. आप इन बातों को मन में रखकर उस पर मनन करते रहिए। ഇവിടെ നാം കാണുന്ന ഒന്നാമത്തെ ആശയം ഗുരു നൽകുന്ന ആശ്വാസം. पहला मुद्दा जो हमारा स्वामी है, ഗുരു നൽകുന്ന ആശ്വാസം. मसीह या हमारा स्वामी हमें जो विश्राम देता है वो अच्छा विश्राम। അത് ആർക്കാണ് ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. किसको वो प्राप्त होता है ये हम यहाँ पढ़ते हैं। ആത്മാവിനാണ് ലഭിക്കുന്നത്. हमारे आत्मा को मिलता है वो। രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് फिर दूसरी बात है ഗുരുവിനെ പഠിക്കുന്നവർക്കുള്ള ആശ്വാസം. जो गुरु को सीखते हैं उनको जो विश्राम मिलता है। അവിടെ നാം വായിക്കുന്നത് എന്റെ മുഖം ഏറ്റ് എന്നോട് എന്നെ പഠിപ്പിക്കും. मेरा जुआ अपने ऊपर उठा लो और मुझसे सीखो। മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് तीसरा मुद्दा वहाँ से ഗുരുവിൽ നിന്ന് പഠിക്കുന്നവർക്കുള്ള ആശ്വാസം. जो गुरु से सीखते हैं उनको जो आश्वासन या विश्राम मिलता है। അവിടെ നാം വായിക്കുന്നത് എന്നോട് പഠിപ്പിക്കും, मुझसे सीखो। അപ്പൊ നാം 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. यहाँ 3 बातें हमने देखी। ഗുരു നൽകുന്ന ആത്മാക്കൾക്കുള്ള ആശ്വാസം, हमारे आत्मा को जो विश्राम देता है हमारा प्रभु जो हमें देता है, ഗുരുവിനെ പഠിക്കുന്നവർക്കുള്ള ആശ്വാസം, और गुरु को जो सीख लेते हैं उनको क्या विश्राम मिलता है। ഗുരുവിൽ നിന്ന് പഠിക്കുന്നവർക്കുള്ള ആശ്വാസം. और गुरु से सीखते जो है उनको क्या विश्राम मिलता है। അപ്പോൾ ഈ പ്രമാണിച്ച് നല്ല ശിഷ്യരാകുക എന്നുള്ള തലക്കെട്ടിൽ പ്രമാണിച്ച് ശിഷ്യരാകുക എന്നുള്ള തലക്കെട്ടിൽ बातों को मानकर चेला बनना उस रिस्पेक्ट के नीचे എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നാം ചിന്തിക്കുന്നത്. कैसे सीखना है इन भागों से हम देखते हैं। അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ വചനം പ്രമാണിച്ച് നല്ല ശിഷ്യരായിരിക്കാൻ इसलिए आने वाले दिनों में इन वचनों को मानकर अच्छे चेले बनने के लिए ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. प्रभु हमें बहुतायत से अपना अनुग्रह प्रदान करे। അതിനുവേണ്ടി നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കട്ടെ. और स्वर्ग का परमेश्वर हमें इस बात के लिए तैयार भी करे। അവരുടെ നാമം മാത്രം പങ്കുകൊള്ളുമാറാകട്ടെ. केवल उसके नाम की महिमा होती है।